സംസ്ഥാനത്തെ പുതിയ പോളിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. 79.63% പുതിയ കണക്ക്. അതേസമയം പോസ്റ്റൽ വോട്ടുകൾ പൂർണ്ണമായും കണക്കാക്കിയിട്ടില്ല എന്നും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖിൽക്കർ പറഞ്ഞു. മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, അവശ്യ സർവീസിലെ ജീവനക്കാർ എന്നിവരുടെ പോസ്റ്റൽ വോട്ടുകൾ പൂർണ്ണമായി കണക്കിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പോസ്റ്റൽ ബാലറ്റുകൾ പൂർണ്ണമായും കണക്കാക്കിയിട്ടില്ല. സർവീസ് വോട്ടർമാരുടെ 53,984 പോസ്റ്റൽ വോട്ടുകൾ കൂടി വോട്ട് രേഖപ്പെടുത്തി തിരിച്ചു വരാനുണ്ട്. ഇത് വോട്ടെണ്ണൽ ദിവസമാണ് ലഭ്യമാവുക എന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു. 79.63% is the provisional percentage of voting in Kerala, including 17C വരെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, റിട്ടേണിംഗ് ഓഫീസേഴ്സ് എല്ലാം കൊളക്ട് ചെയ്ത് തന്നിട്ടുള്ള ഡേറ്റ, പിന്നെ പോസ്റ്റൽ ബാലറ്റ്സ് വന്നിട്ടുള്ളത് 79.63%. ഇനി സർവീസ് വോട്ടേഴ്സ് 53,984 ഉണ്ട്. അവർ എത്ര പേർ അത് വോട്ട് ചെയ്യുന്നു അത് നമുക്ക് അവസാനത്ത് കൗണ്ടിംഗ് സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അത് കാണിട്ട് ഇൻഡെക്സ് കാർഡ് വിതിൻ 48 hours പ്രഖ്യാപനം നടക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. സോ 79.63 പ്ലസ് എന്താണ് വരാൻ പോകുന്നത് സർവീസ് വോട്ടേഴ്സിന്റെ ഭാഗത്തിനുള്ളത് അത് നമുക്ക് കണക്കാക്കിയിട്ട് അവസാനത്തെ ഇൻഡെക്സ് കാർഡിലെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. VP സഫ്വാൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സഫ്വാൻ, എന്തുകൊണ്ട് ഇനിയും അന്തിമ കണക്കുകൾ പുറത്തുവിടാൻ കഴിയുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിശദീകരണം? ദിവ്യ, ഈ സർവീസ് വോട്ടുകൾ 53,000-ലധികം സർവീസ് വോട്ടുകൾ ഒഴികെയുള്ള കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പോളിംഗ് നടന്ന ദിനം തന്നെ 78.27% ബൂത്തിലെത്തിയവരുടെ വോട്ടിംഗ് ശതമാനം കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. എന്നാൽ 4 ദിവസം കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ടൊരു അന്തിമ കണക്ക്, അതായത് പോസ്റ്റൽ വോട്ടിന്റെയും ഹോം വോട്ടിന്റെയും ഉൾപ്പെടെയുള്ള കണക്ക് പുറത്തുവിടാൻ കമ്മീഷൻ തയ്യാറായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ് ഇന്ന് 4 മണിക്കൊരു വാർത്താ സമ്മേളനം നടത്താൻ കമ്മീഷൻ തയ്യാറായത്. ഈ വാർത്താ സമ്മേളനത്തിലാണ് ലഭ്യമായ ഹോം പോസ്റ്റൽ വോട്ടുകൾ കൂട്ടിച്ചേർത്തുള്ള ഒരു കണക്ക് കമ്മീഷൻ പുറത്തുവിടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 79 മുകളിൽ 78.63% പോളിംഗിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതും അന്തിമമല്ല എന്നാണ് കമ്മീഷൻ പറയുന്നത്. ഈ സർവീസ് വോട്ടുകൾ കൂടി ഉൾപ്പെടുമ്പോൾ മാത്രമേ ഈ കണക്കുകൾ പൂർണ്ണമാകുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് സർവീസ് ഹോം വോട്ടുകളുടെയും പോസ്റ്റൽ വോട്ടുകളുടെയും ഒക്കെ കണക്ക് കമ്മീഷൻ പുറത്തുവിട്ടു. 1,35,000 മുകളിൽ ഉദ്യോഗസ്ഥ വോട്ടുകളാണ്, പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 96% മുകളിൽ ആളുകൾ വോട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് കമ്മീഷൻ പറയുന്നത്. അപ്പോഴും ഈ പോളിംഗിന്റെ തലേ ദിവസം വരെ വോട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കമ്മീഷന് മുന്നിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ കോടതിയിൽ ഉള്ള വിഷയമാണ്. അതിന് നിയമപരമായി തന്നെ കാര്യങ്ങൾ പോകട്ടെ, ഇവർക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ട് ചെയ്യാനാകുമോ എന്നുള്ള ചോദ്യത്തിന് ഇങ്ങനെ ഒരു മറുപടിയാണ് നൽകുന്നത്. രാഷ്ട്രീയ പാർട്ടികളടക്കം ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു. മന്ത്രി V ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് സുതാര്യത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ഒരു രംഗത്തെത്തിയിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് ഇതിൻ്റെ ഒരു ലഭ്യമായ പോസ്റ്റൽ വോട്ടുകൾ അടക്കമുള്ള കണക്കുകൾ പുറത്തുവരാൻ കമ്മീഷൻ തയ്യാറാവുന്നത്. കമ്മീഷൻ പറയുന്നത് ഇത് ഔദ്യോഗികമായുള്ള കണക്കായി സ്വീകരിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി കമ്മീഷൻ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഔദ്യോഗിക കണക്ക് പുറത്തുവിടേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇപ്പോഴത്തെ ഈ പോളിംഗ് ശതമാനത്തിൽ വലിയൊരു വ്യത്യാസം വരാനിടയുണ്ടോ? ഈ അന്തിമ കണക്ക് വരുമ്പോൾ പോളിംഗ് ശതമാനം 80 കടക്കുമോ എന്നായിരുന്നു നമ്മൾ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയിരുന്നത്. കാരണം 1987 ശേഷം ആദ്യമായാണ് ഇത്ര വലിയൊരു പോളിംഗ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. അത് 80% മുകളിലായിരുന്നു 1987 പോളിംഗ്. ഇപ്പോൾ ഏതായാലും നിലവിലെ കണക്ക് പ്രകാരം അത് 79.63 വന്നിരിക്കുകയാണ്. ഇനി കൂട്ടാനുള്ളത്
53,000-ഓളം സർവീസ് വോട്ടുകളാണ്. ഈ വോട്ടുകൾ കൂടി ചേരുമ്പോൾ 80ലേക്ക് ഇതിൽ എത്ര പേർ വോട്ട് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ശതമാനത്തിൽ മാറ്റം വരിക. ഏതായാലും 80-നോടടുത്ത് ഉള്ള രീതിയിൽ തന്നെയായിരിക്കും പോളിംഗ് ശതമാനം. അപ്പുറത്തേക്ക് ഇനി ഏതായാലും വലിയ ഉയർച്ച ഉണ്ടാകില്ല എന്നുള്ളൊരു കണക്ക് കൂട്ടലാണ് ഏതായാലും നിലവിലുള്ളത്. ഏതായാലും കമ്മീഷൻ പറയുന്നത് ഇപ്പോൾ ഇത് ട്രെൻഡിങ്ങുമായി ബന്ധപ്പെട്ടും അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭ്യമാക്കിയ ECI നെറ്റ് ആപ്പ് വഴി ലഭ്യമാക്കിയ ട്രെൻഡിങ്ങിൻ്റെയും ഇന്ന് ഇതുവരെ കമ്മീഷൻ സ്വീകരിച്ച ഹോം പോസ്റ്റൽ വോട്ടിൻ്റെ ഒക്കെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച ഒരു വിവരമാണ് 79.63 എത്തി എന്ന് പറയുന്നത്. ദിവ്യ.